അന്നേരം രാവിലെ തന്നെ എണീച്ച് മുറ്റത്തോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയുടെ കോലം വരയ്ക്കുന്നത്. ഇന്നിവിടെ വരലക്ഷ്മി പൂജയാണ്. വരലക്ഷ്മി പൂജയെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയത്തില്ലെങ്കിൽ എന്താ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഇതേ കൂട്ട് ദേവിയുടെ വിഗ്രഹം വെച്ചിട്ട് നമ്മൾ പഴം പായസം അങ്ങനെ എല്ലാം വെക്കുവേ. ഇത് കണ്ടോ, ഈ താരത്തിലുള്ള ഈ കുപ്പിവളകളായാലും പഴം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ത്രീകളില്ലേ, അവരെ നമ്മൾ നമ്മുടെ വീട്ടിൽ വിളിച്ചിട്ട് പൂജ ചെയ്യും. എന്നിട്ട് അവർക്കത് ഗിഫ്റ്റായിട്ട് കൊടുക്കും. ഇത് കണ്ടോ, ഇതേ കൂട്ട് ദേവിയുടെ മുന്നിൽ ഇതേ കൂട്ട് പാല് പഴം അങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കും. ഇത് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കോലം വളരെ സ്പെഷ്യലായിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടു നിന്നിട്ട് ഞാനും പാക്കൂസും കൂടെ ചായ ഇട്ട് കുടിച്ച് കട്ടൻ ചായയാണ് ഇട്ട് കുടിക്കുന്നത്. ഇന്ന് പാക്കൂസിന് സ്കൂളിൽ ലീവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരലക്ഷ്മി പൂജയാണ്, അതുകൊണ്ട് ഇന്ന് ഇവിടെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അങ്ങനെ എല്ലായിടത്തും അവധിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് സമാധാനത്തോടെ സാവകാശം ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുവാണ്. പാക്കിക്ക് സ്കൂളുള്ളപ്പോൾ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കല്ലേപ്പരത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഗോതമ്പൊടി എല്ലാം എടുക്കുവാണ്. കല്ലേപ്പരത്തി എൻ്റെ വീട് കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ചക്കയൊക്കെ ഇങ്ങനെ അകത്ത് വെച്ചിട്ട്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്, അത് വഴറ്റി അതൊക്കെ ഇങ്ങനെ അകത്ത് വെച്ചിട്ട് അങ്ങനെയാണ് കല്ലേപ്പരത്തി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ചക്ക ഇതുപോലെ ഡപ്പയ്ക്കകത്തിലിട്ട് വെച്ചേക്കുവാണ്. അത് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇങ്ങനെ എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓണർ മണ്ടയ്ക്ക് സൂര്യ നമസ്കാരം ചെയ്യാൻ ഡെയിലി പോവേ. അന്നേരം എന്നോട് ചോദിക്കുവാണ് വരലക്ഷ്മി പൂജ ചെയ്യുന്നില്ലോ എന്ന്. എനിക്കാണ് ആ പൂജ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പിന്നെ അവർ എന്നോട് ചോദിക്കുവാണ് കേരളത്തിൽ വരലക്ഷ്മി പൂജ ഇല്ലേന്ന്. സത്യത്തിൽ കേരളത്തിൽ വരലക്ഷ്മി പൂജ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞങ്ങളുടെ സൈഡിൽ അതില്ല, ഞാൻ കേട്ടിട്ടുമില്ല, നമ്മുടെ നാട്ടിൽ അതില്ലെന്ന്. അപ്പം ഞാൻ പറയുമായിരുന്നു കേരളത്തിൽ വരലക്ഷ്മി പൂജ ഇല്ല എന്ന്. ഉണ്ടെങ്കിൽ ആരും എന്നെ ഒന്നും പറയല്ലേ, കാരണം എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിതുവരെ അങ്ങനെ ഒരു പൂജയെക്കുറിച്ച് കേട്ടിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞാണ് ഇതൊക്കെ അറിയാവുന്നത്. പിന്നെ ഇങ്ങനെയുള്ള പൂജകളായാലും മറ്റേ ഗണപതി ഉത്സവം ഇല്ലേ, നമ്മുടെ നാട്ടിൽ ഗണപതി ഉത്സവം ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ അധികമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടൊക്കെയാണ്. അങ്ങനെ കഥയെല്ലാം പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ അതിവിടെ റെഡിയായി. പിന്നെ പാക്കൂസിന് ഞാൻ അത് പിച്ചി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്ക് ഇന്നലത്തെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടല്ലോ, അത് തന്നെയാണ്. സത്യം പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബിരിയാണി വെക്കുന്നത്. അന്നേരം ഇത് എത്രയും അരിയുടെ അളവുണ്ടല്ലോ അതൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനൊരു 1.5 ഗ്ലാസ് അരി എടുത്തു കേട്ടോ. 1 ഗ്ലാസ് മതിയായിരുന്നു, 1/2 ഗ്ലാസ് കൂടിപ്പോയോണ്ട് കുറച്ച് അധികമായിരുന്നു. ബിരിയാണി പിന്നെ കളയണ്ടാണല്ലോ എന്ന് വിചാരിച്ച് ഇന്നത്തേക്ക് അത് ഞാൻ ചൂടാക്കി ഇന്ന് ഉച്ചയ്ക്ക് അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ, ഉച്ചയ്ക്ക് ഇതും കഴിക്കാമെന്ന് വിചാരിച്ച്. അന്നേരം ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ കുഞ്ഞ് വീഡിയോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.